ഹായ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ടേ. അപ്പൊ അത് കാണിച്ചു തരാമേ. വിഷ്ണുചേട്ടന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഫാമിലി നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പൊ അവര് വന്നപ്പോ അവരുടെ കയ്യിൽ എന്റെ അമ്മയാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടേ. അപ്പൊ അതെന്തൊക്കെയാണെന്ന് അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. കണ്ടാലോ? ആദ്യം തന്നെ നമ്മുടെ ചക്കയപ്പം ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ചക്ക വഴറ്റി വെക്കുമല്ലോ, അതാണേ. പിന്നെ മീനച്ചാറ്. ഇതിന്റെ വിഷയം കൊണ്ടുവന്ന ഉടനെ കുറച്ച് ടേസ്റ്റ് നോക്കി കേട്ടോ. ഇത് ഫുള്ളുണ്ടായിരുന്നു. ചൂരമീൻ അച്ചാറിട്ടതാണേ. അടുത്തത് ചക്കക്കുരു. കഴിഞ്ഞ വട്ടം നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ കുറേ കൊണ്ടുവന്നായിരുന്നേ. പിന്നെ അവര് കുഞ്ഞുങ്ങളായിട്ടൊക്കെ വരുന്നത് കൊണ്ട് പിന്നെ എല്ലാം കൂടെ ഒത്തിരി വെയിറ്റ് ഒന്നും കൊടുത്തു വിടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വട്ടം നാട്ടിൽ പോയി ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ തിരിച്ചു വന്ന ചക്ക സീസണിൽ ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ തിരിച്ചു വന്നപ്പോ കുറേ ഞാൻ കൊണ്ടുവന്നായിരുന്നേ. ഇത്രയുണ്ട് ചക്കക്കുരു. ഇത് ഉണക്കമീൻ. ഇത് മാങ്ങാച്ചാറാണേ. ഇത് ചക്ക വറ്റില് അമ്മ വീട്ടില് വറുത്തതാണേ. അടുത്തത് വയണയില. ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടിട്ടേ വയണയില അമ്മ. കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതായിട്ടാണ് ഇരിക്കുന്നത്. അടുത്തത് ലഡുവാണ് കേട്ടോ. ലഡു ഇത് നമ്മുടെ ഇവിടെ ലഡു കിട്ടും. പക്ഷേങ്കിൽ എനിക്ക് ഇവിടുത്തെ ലഡു ആണെന്നുണ്ടെങ്കിലാണല്ലോ ഭയങ്കര നെയ്യാട്ടോ ഇവിടുത്തെ ലഡുവിനകത്ത് ചേർക്കണത്. അതുകൊണ്ട് എനിക്ക് നാട്ടിലെ ലഡു ആണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഇവിടെ കിട്ടിയാലും കഴിക്കും, എന്നാലും എനിക്ക് ഇവിടത്തേനേക്കാളും ഇഷ്ടം നാട്ടിലാണ്. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു കേട്ടോ, നാട്ടിലെ ലഡു ഉണ്ടെങ്കിൽ കൊടുത്തു വിടണേന്ന്. ഇനി അടുത്തത് തിരിച്ചിലയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ തിരിച്ചില്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ പഞ്ഞി കൊണ്ടുള്ള തിരിച്ചിലയാണ്. നല്ല പിന്നെ മലയാളിക്കടയിൽ പോയായിരുന്നു ഞാൻ സാധാരണ മേടിച്ചോണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ ഈ സാധനം മലയാളിക്കടയിൽ ഇവിടെ കൊണ്ടുവരുവായോണ്ട് ആ കടയിലാണെങ്കിൽ നമ്മുടെ നാട്ടിലെ തിരിച്ചില ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്നോട് പറഞ്ഞാൽ തിരിച്ചില വേണമെന്ന്. പിന്നെ പപ്പടം. ഇവിടെ പപ്പടം കിട്ടും മലയാളിക്കടയില്. എന്നാലും നാട്ടിലെ പപ്പടം ഇതാണെന്നുണ്ടെങ്കിൽ കല്യാണ വീട്ടിലൊക്കെ വെക്കുന്ന പപ്പടം ഉണ്ടല്ലോ, വലുതാവുന്ന പപ്പടമാണ്. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇത് പുത്തൂരാണോ കൊട്ടാരക്കരയാണോ? അവിടുത്തെ പപ്പടം നല്ലതാണ് കേട്ടോ. പിന്നെ കുറച്ച് മുട്ടായി. നാട്ടിലെ ചുമ്മാ ഇവിടെയും കിട്ടും മുട്ടായി ഒക്കെ. എന്നാലും അമ്മ അവിടെ ചുമ്മാ കൊടുത്തു വിട്ടതാണ് മുട്ടായികൾ. മഞ്ചും ഇതൊക്കെ ഇവിടെ കിട്ടുന്നത് തന്നെയാണ്. എന്നാലും അമ്മയുടെ ഒരു സന്തോഷം. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നാട്ടിൽ നിന്ന്